പൊയ്കയിൽ കുളിർപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിർപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂശി നിന്നെ പുഷ്പധൂളി സൗരഭം പാൽത്തിരകൾ ചാർത്തി നിന്നെ മുത്തുകോർത്ത് നൂപുരം വെണ്ണൂരമയിൽ ചന്ദന ചാർത്തായി നീ ദേവനന്ദിനി ഈ തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരെയോ പൊയ്കയിൽ കുളിർപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം സ്നാനക്കേളി ലോലയായി നീ താണുയർന്നു നീന്തവേ കാതരേ നിൻ മാറുലഞ്ഞു താമരപ്പൂ മുട്ടുപോൽ കൽപ്പടവേറി നിൽപ്പതെന്തേ നീയേതു ശില്പിയെ തേടുന്ന ചാരുത നീയേതലൗകിക സൗന്ദര്യ ദേവത പൊയ്കയിൽ കുളിർപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിർപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. ബ്യൂട്ടിഫുൾ സിംഗിങ്. എന്തുകൊണ്ടാണ് പ്രണയം തീം സെലക്ട് ചെയ്തത്? വേറെ അതില്ലാത്തതുകൊണ്ട്.
എന്നാലും രണ്ട് തീം കറക്റ്റ്, തന്നല്ലോ. അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് അതുണ്ടാകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് അത് select ഇത് ചെയ്തു. കേട്ടെങ്കിലും അതുണ്ടായിരുന്നെങ്കിൽ പാറു, അപ്പുറത്തെ അതുകൊണ്ട് മാവെടുത്തേനെ. ഓരോ പാട്ടും നേർച്ചയാണ് ആ, യഷിന്റെ ഒരു പ്രണയം പുഷ്പിക്കാൻ. അതെ. ഓക്കെ, എന്തായാലും സൂപ്പർ. ചോദിക്കാം നമുക്ക്. ശരത് സർ. യഷേ സർ, സുഖാണോ? സുഖമാണ് സർ. ഓക്കെ യഷേ, ഉഗ്രം പാട്ട്, നല്ല സുഖമുള്ള. അത് യശ് പാടുമ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ തലയിൽ ഓടിക്കൊണ്ടിരുന്ന ആ മഹാഗായകൻ്റെ ശബ്ദമാണ്. അപ്പോൾ അതുമല്ല, അതിൽ ആരാണ് അഭിനയിച്ചേക്കുന്നത്? മോഹൻലാൽ സാറും ഭാനുപ്രിയ മാം. പിന്നെ നമ്മുടെ ലാലണ്ണാച്ചി പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹം പിന്നെ അങ്ങ് ജീവിക്കുകയാണല്ലോ. ഉഗ്രം പാട്ട് കേട്ടോ. അത് അദ്ദേഹം ചെയ്ത രവീന്ദ്ര മാസ്റ്ററിൻ്റെ ടച്ച് ഉണ്ട് ഇതിൽ. അത് പ്രത്യേകിച്ച് എനിക്ക് ആ ചരണങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സ്നാനക്കേളി. ആഹാ, മതി മതി, നമ്മൾ പ്രതീക്ഷിക്കത്തില്ല അവിടെ കയറി ഇത് തുടങ്ങുമെന്ന്. അതെന്ത് ബ്യൂട്ടിഫുള്ളാണ് ആ കോമ്പസിഷൻ. നന്നായിട്ട് പാടി യശേ. പല്ലവിയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അതിൻ്റെ ഒരു ആത്മാവ് ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്, അത് കിട്ടിയിട്ടുമുണ്ട്. മനോഹരമായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി. യഷ് മാം. ഫാന്റാസ്റ്റിക് സെലക്ഷൻ. താങ്ക് യു മാം. താങ്ക് യു മാം. ഇനി ഒരു തീം റൗണ്ട് തുടങ്ങാൻ പറ്റിയ ഒരു പാട്ട്, മനോഹരമായ സംഗീതം. നമുക്കറിയാം, നമ്മളെപ്പോഴും ഈ പാട്ടുകളൊക്കെ കോമ്പറ്റീഷൻസിലൊക്കെ വേദിയിൽ നിറയെ പേര് പാടി കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. അത് യശ് മനോഹരമായിട്ട് പാടി. യശിനുള്ള ഒരു ക്വാളിറ്റി, യശ് പാട്ടിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടുതലാണ്. ആ പാട്ടിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലും. അതൊരു നല്ലൊരു പോയിന്റാണ്. ഭംഗിയായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങളിൽ ലോ പോർഷൻസ് പാടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വോയിസ് കേട്ടാൽ നന്നായിരിക്കും. കാരണം പൂ കണ്ണുമായി, അത് കണ്ണുമായിന്നേ കേട്ടുള്ളൂ. അതിൻ്റെ മുന്നിലുള്ള ആ അക്ഷരങ്ങൾക്ക് കുറച്ചുകൂടി ഒന്നൊരു ലെവൽ കിട്ടിയാൽ നന്നായിരിക്കും. പക്ഷെ അതല്ലാതെ ഫീൽ വൈസ് വാസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. യഷ് സർ, നന്നായിട്ട് പാടി. താങ്ക് യു സോ മച്ച് സർ. യഷിന് ഇന്ന് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ? ഇല്ല, ഒന്നുമില്ല. അവസാനമായപ്പോഴേക്ക് കുറച്ച് ടയർഡായോ? ഇല്ല, ടയർഡായില്ല. ഞാൻ ഇതെല്ലാം ഫീൽ ചെയ്തു. ആക്ച്വലി ഷാൻ സർ വിഷമിക്കരുത് എന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റെപ്പൊക്കെ ഇട്ടു. അതിനിടയ്ക്ക് ഈ പാട്ടില് ഇങ്ങനെ ആ, തെയ്യാരെത്തി. ഈ step ഒക്കെ. എനിക്ക് ആക്ച്വലി അത് കണ്ടപ്പോഴാണ് വിഷമമായത്. ഈ പാട്ടിൽ എന്തിനാണ് അവൻ ഈ step ഷാൻ ഇട്ടത്? ഒരു കാര്യം നോട്ടീസ് ചെയ്തോ? യശ് പാടുന്ന മുഴുവൻ കയ്യില, എല്ലാ സംഗതിയും കയ്യിൽ വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ പോകുന്നു. അത് ആരോ ഇമിറ്റേറ്റ് ചെയ്തല്ലോ അല്ലേ യഷിനെ? ആ, അശ്വിൻ. അശ്വിൻ. അപ്പൊ ഇതങ്ങനെ എല്ലാ പാട്ടിനും ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. സർ പറഞ്ഞു പാത്തോസിലൊക്കെ വരെ ഇടാം. അപ്പൊ ഞാൻ വെറുതെ ഇട്ടു. ആരെങ്കിലും മരിച്ചു കിടക്കുമ്പോഴോ ഇങ്ങനെ? അയ്യോ, രസമായിരുന്നു. നല്ല സോങ് സെലക്ഷൻ യഷ്. മിക്ക സ്ഥലങ്ങളൊക്കെ നല്ല ഫീൽ കൊടുത്തിട്ട് തന്നെ യഷ് പാടിയിട്ടുണ്ട്. വെരി നൈസ്. താങ്ക് യു താങ്ക് യു ഷാനിക്ക. എം ജി സർ. യശ്, സർ. എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പാട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ യശ് വരുമ്പം നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇപ്പം ഈ പൂന്തിരകൾ പൂശി നിന്ന അവിടെയൊക്കെ പാടുമ്പോഴത്തേക്ക് യഷിൻ്റെ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് വോയിസും അതിൻ്റെ ഒരു ത്രോയും ഉണ്ട്. അത് കിട്ടിയോ? ഒന്ന് പാടിക്കത്. പൂന്തിരകൾ പൂശി നിന്നേ പുഷ്പധൂളി സൗരഭം സൗരഭം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നീ ദേവനന്ദിനി എന്ന് വരുന്നില്ലേ, അവിടെ കുറച്ചുകൂടെ ലൈഫ് ആവാൻ തോന്നി. ഒന്ന് പാടിക്കുന്നു. നീ ദേവനന്ദിനി, നീ ദേവനന്ദിനി, ഈ തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരെയോ. എനിക്ക് ഇത് നേരത്തെ പാടിയപ്പോൾ ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേൾക്കുക. ചരണം ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇത് ഒരു നോട്ട് ഹൈ ആയിട്ട് യഷ് പാടിയിരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു, അതൊന്നുകൂടെ നന്നായിരിക്കുമോ എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ പാടാൻ പറ്റുമോ? ഒരു നോട്ട് ഒന്ന് നോക്കിയേ. പൂന്തിരകൾ പൂശി നിന്നേ പുഷ്പധൂളി സൗരഭം, പാൽത്തിരകൾ ചാർത്തി നിന്നേ മുത്തുകോർത്ത് നൂപുരം, വെണ്ണൂരമയിൽ ചന്ദന ചാർത്തായ് നീ ദേവനന്ദിനി,
തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരെയോ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ. ഇപ്പൊ കുളിറിനൊക്കെ ഒരു വെയിറ്റ് കിട്ടി. എന്തായാലും നല്ലൊരു പാട്ട്, നല്ല പ്രസന്റേഷൻ. യു സാങ് വെരി വെൽ. ഓക്കെ, Thank you, sir. ഗുഡ് അറ്റംപ്റ്റ്. താങ്ക് യു താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ. ചേച്ചി. യഷ് ഈ പെർഫോമൻസിന് 8.8. താങ്ക് യു മാം. താങ്ക് യു. ഷാനിക്ക. 8.8. താങ്ക് യു സർ. MG സർ. ചിരി എനിക്കൊരു വിഷമമുണ്ട്. 8.7. താങ്ക് യു സർ. ശരത് സർ. എനിക്ക് വിഷമമില്ല യക്ഷേ. ഓക്കെ, സോ ടോട്ടൽ 26.3. താങ്ക് യു. Superstar.